അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം അല്ലേ, കൺഫേം ആയിട്ടുണ്ട്. ISL ഇനി തൊട്ട് ക്ലബ് ലീഡ് ഫോർമാറ്റിലായിരിക്കും. അതായത് ക്ലബുകളായിരിക്കും ഇനി തൊട്ട് ISLന്റെ ഓണേഴ്സ് ആയിട്ട് എത്താൻ പോകുന്നത്. 14 ക്ലബും കൂടെ ചേർന്ന് ഇനി വരാനായിട്ട് പോകുന്ന ISL നടത്തും. അതുകൂടാതെ തന്നെ അടുത്ത സീസണും ക്ലബുകൾ തന്നെ നടത്തും. അപ്പം സ്പോർട്സ് മിനിസ്റ്ററിയും AFFും തമ്മിലുള്ള മീറ്റിംഗിന് ശേഷമാണ് ഈ ഒരു കാര്യം അപ്രൂവൽ ആയിട്ടുള്ളത്. അപ്പോൾ ക്ലബുകൾക്ക് തന്നെ ISL നടത്താം. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ കോമഡിയാണ് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷവും ഇതേ കണക്ക് ക്ലബുകൾ വന്ന് ISL നടത്താമെന്ന് പറഞ്ഞപ്പോ AFF ആ സമയത്ത് പിടിവാശി പെട്ടു. അല്ലെങ്കിൽ നല്ലൊരു രൂപത്തിൽ ISL നമുക്ക് കാണാൻ സാധിച്ചേനെ എന്നുള്ളതാണ്. പക്ഷെ എന്തുവാ, കാര്യത്തിന്റെ അടുത്ത് ഈ സീസൺ ഇനി നടക്കില്ല എന്ന് വിചാരിച്ചപ്പോൾ AFF എന്ത് ചെയ്തു, ISL ഒറ്റ ലെഗ് ഫോർമാറ്റ് ആയിട്ട് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ആയിട്ട് അങ്ങ് നടത്തി എന്നുള്ളതാണ്. അപ്പം ഇതിപ്പോ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് AFF ഒഫീഷ്യലായിട്ട് തന്നെ പറയുന്നു ക്ലബ്ബ് ഫോർമാറ്റിലായിരിക്കും ഈ ഒരു വരാനായിട്ട് പോകുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തുന്നത്. ഇത് 5 വർഷമോ 15 വർഷമോ അല്ല നടത്തുന്നത്. ഇത് ഒരു പോയിന്റ് ടൈമിലായിരിക്കും. അതായത് നമ്മൾ അഗ്രി ചെയ്തിട്ടുള്ളത് 2 വർഷം ഈ മോഡലിലായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ. അത് കഴിഞ്ഞിട്ട് ഈ മോഡലൊന്ന് നമ്മൾ ക്ലബുകളും അതുപോലെ തന്നെ AFFും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് എന്താണ് ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പം 2 വർഷം ISL ക്ലബുകൾ തന്നെ നടത്തും എന്നുള്ള കാര്യത്തിൽ കൺഫേം ആയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഇന്നലെ AFFന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് മുമ്പ് തന്നെ ഡൂറൻ കപ്പ് തുടങ്ങും. അതൊരു ജൂൺ 25-നായിരിക്കും ഡൂറൻ കപ്പ് തുടങ്ങുന്നത്. അത് ജൂൺ 25 മുതൽ ജൂലൈ 25 വരെയാണ്. അത് ഇന്ത്യൻ താരങ്ങളെ വെച്ച് കളിപ്പിക്കാനാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് എന്ന് തന്നെ റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റായ കല്യാ ജോബ ഒരു കാര്യം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടീമുകളും ഒരു ഓവർസീസ് ഇന്ത്യൻ സിറ്റിസനെ മേടിക്കും. അതായത് OCI പ്ലേയേഴ്സിനെ മേടിക്കണം. ഇന്ത്യൻ വംശജനായ പ്ലെയറിനെ ഒരാളെ മേടിക്കണം നിർബന്ധമായും എന്നുള്ള ഒരു പുതിയൊരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഏഷ്യൻ കോട്ട സൈനിങ്സ് ഒക്കെ കേട്ടിട്ടില്ല, അതേപോലെ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ 14 ക്ലബുകളും ചേർന്ന് ISL അങ്ങോട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജീനിയർ സ്പോർട്സും ഇതിന്റെ ഒരു പാർട്ടായി. ജീനിയർ സ്പോർട്സ് ആയിരിക്കും ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സ്, ഡാറ്റ തുടങ്ങിയ കുറെ കാര്യങ്ങൾ ജീനിയർ സ്പോർട്സും നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ അപ്ഡേറ്റ് ഉള്ളത്. എന്തായാലും ISLന്റെ ഒരു അനൗൺസ്മെന്റ് ജൂൺ 15-ന് വരും എന്ന് റിപ്പോർട്ടുമുണ്ട്. അങ്ങനെ മികച്ച രൂപത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ക്ലബുകൾ തന്നെ നടത്തുന്നതാണ് എൻഡ് ഓഫ് ദ ഡേ നല്ലത്.